പ്രണയവർണ്ണങ്ങൾ എന്നൊരു സിനിമ ഒരു സാറിൻ്റെ ഡിഫറെൻറ്റ് ക്യാമ്പസ് സിനിമകളിൽ ഭയങ്കര ഫാസ്റ്റും ആയിരുന്നു, കുറച്ചും കൂടെ വേറൊരു ഒരു കുറച്ചും കൂടി യൂത്ത് കണക്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു. അതും രണ്ട് പുതിയ എഴുത്തുകാരായിരുന്നു, സച്ചിദാനന്ദൻ പുഴങ്കരയും ജയരാമൻ കടമ്പാട്ട് എന്ന് പറയുന്ന രണ്ട് പേര്. അവരും വളരെ കാഷ്വലായിട്ട് അങ്ങനൊരു കഥയുമായിട്ട് ദിനേശ് പണിക്കരെ സമീപിച്ചതാണ്. ദിനേശാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ടെന്ന് കേട്ട് നോക്കാം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രണയവർണ്ണങ്ങൾ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാണ് സമ്മർ സംഭവിക്കുന്നത്. ജോൺ പോൾ അങ്കിളിട്ട് ഒറ്റ സിനിമ മാത്രമേ സാർ വർക്ക് ചെയ്തിട്ടുള്ളൂ, അക്ഷരം. പിന്നീട് ആ ഒരു കാരണം തമിഴ് സിനിമയിലൊക്കെ ഒരു ഫസ്റ്റ് ചോയ്സ് പോലെ തന്നെ കണ്ടെത്തിയ ഒരാൾ ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നത്. ജോൺ പോളിനെ സംബന്ധിച്ചിടത്തോളം ജോൺ പോൾ വളരെ വളരെ പീക്കിൽ നിന്ന് സിനിമകൾ ചെയ്യുന്നൊരു ഘട്ടത്തിൽ നിന്നും പിന്നെ ജോൺ പോൾ അത്രയും റെഗുലറായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് എൻ്റെ അടുത്തേക്ക് പ്രൊഡ്യൂസറുമായിട്ടൊക്കെ വരുന്ന ജോൺ പോളാണ്. പുള്ളിയുടെ തന്നെ ഒരു കഥ. അതിനു മുമ്പ് ഞാൻ ജോൺ പോളായിട്ട് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ഇരുന്നിരുന്നു. ഏഞ്ചൽ ഫിലിംസിന് വേണ്ടിയിട്ടൊരു സിനിമ എൻ്റെ തുടക്കകാലത്ത്, എൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമയുടെ സമയത്ത് ജോൺ പോൾ തന്നെ എന്നെ വിളിച്ചു വരുത്തി. പുള്ളി ഒരു പ്രോജക്റ്റ് കോർഡിനേഷനും കൂടെ നടത്താറുണ്ട് ഈ കൂട്ടത്തിൽ. ഒരു പ്രൊഡ്യൂസറെയും ഒരു ഡയറക്ടറെയും കണ്ടെത്തുക, എന്നിട്ട് പുള്ളിയിലുള്ള ഒരു കഥ ആ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടക്കുക എന്നൊക്കെ സംഭവിക്കുന്നു. പക്ഷേ അന്ന് ഏഞ്ചൽ ഫിലിംസിന് വേണ്ടിയിട്ട് കുറേ കാലം ഇരുന്ന് എഴുതിയിട്ടൊന്നും സംഭവിച്ചില്ല. പിന്നീട് ഇതുപോലെ തന്നെ അതുമാതിരി ജോൺ പോൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രോജക്റ്റാണ് പിന്നീട് അക്ഷരമായിട്ട് വന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വർക്കാകത്തില്ല എന്ന്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മളതിനകത്ത് പെട്ടുപോകും. ചില സിനിമകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ജോൺ പോൾ വന്ന് കഥ പറയുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സേതു സ്വന്തം ലേഖകൻ എന്ന് പറയുന്നൊരു കഥ, അത് മുമ്പ് ജോഷി സാറിന് വേണ്ടിയിട്ട് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു കുറച്ചും കൂടെ ഒരു ഒരു ത്രില്ലിങ് സ്വഭാവമുള്ളൊരു സിനിമയായിട്ടൊക്കെ സംഭവിക്കുന്നു. പക്ഷേ പറഞ്ഞ കഥയല്ല എഴുതി വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ടിങ്ങിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. പിന്നെ അതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ കഴിയാത്ത ചില ഒരു സാഹചര്യങ്ങളിൽ പെട്ടുപോകും. പിന്നെ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോയ സിനിമകളിലൊന്നാണ് അക്ഷരം. ആഗ്രഹിക്കാതെ ചെയ്തു പോയ സിനിമയാണ് പരമ്പര. അതിനകത്ത് വന്ന് പെട്ടുപോയതാണ്. അതിൻ്റെ ഒരു കഥ വന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ അത് എഴുതി വന്നപ്പോൾ അത് നന്നായി വന്നില്ല. അത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിനും എനിക്ക് മനസ്സിലായി ഇത് നന്നാവത്തില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എസ് എൻ സ്വാമിയുടെ ഞാൻ അച്ഛനും മകനുമായിട്ട് മമ്മൂട്ടിയും റഹ്മാനെയും കാസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മമ്മൂട്ടി അത് രണ്ടും ചെയ്യാമെന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനോട് ഇവരെല്ലാവരും പ്രൊഡ്യൂസറും സ്വാമിയൊക്കെ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ, പക്ഷെ അത് എഴുതി വന്നപ്പോൾ അതൊരു നന്നാകുന്നില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ലൊക്കേഷൻ കാണുന്ന സമയത്ത് ഞാൻ ആ പ്രൊഡ്യൂസർ ഉദ്ര ശശിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്യാം, ഇത് നന്നാവില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല, എനിക്കിത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ആയി, ഇനി ഇത് മാറിയാൽ വേറൊരു ഡേറ്റ് മമ്മൂട്ടി ഇപ്പോൾ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിർബന്ധിച്ചു അത് ചെയ്യാനായിട്ട്.